കഴിഞ്ഞ 5 വർഷക്കാലം സി.ആർ. മഹേഷ് കരുനാഗപ്പള്ളിയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് ഇനി ആരെയും ബോധിപ്പിക്കേണ്ടതില്ല. അത് വിമർശിക്കുന്നവർ തന്നെ അത് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉത്സവപ്പറമ്പിലുണ്ട്, ചെണ്ട കൊട്ടുന്നിടത്തുണ്ട്, മരണ വീട്ടിലുണ്ട്, കല്യാണ വീട്ടിലുണ്ട്, സഞ്ചയനത്തിനുണ്ട്, എല്ലായിടത്തും സർവ്വ സ്ഥലങ്ങളിലും സി.ആർ. മഹേഷ് ഉണ്ട്. പക്ഷേ ഇവിടെ വികസനം ഇല്ലെന്നുള്ളതാണ് വലിയ ഒരു ആരോപണമായിട്ട് ചിലർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ആരോപണം ഉന്നയിക്കുന്നവർ വികസനം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിലൊരു വ്യക്തത പറയണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പ്രതിപക്ഷ MLA ആണ്. തൊട്ട് ചുറ്റും ചവറ 10 വർഷമായി ഭരണപക്ഷ MLA ആണ്. കുന്നത്തൂർ 25 വർഷമായി ഇപ്പോഴത്തെ ഭരണപക്ഷ MLA ആണ്. കായംകുളം 10 വർഷമായി ഭരണപക്ഷ MLA ആണ്. ആ 3 മണ്ഡലങ്ങൾക്കും നടുക്കാണ് കരുനാഗപ്പള്ളിയുള്ളത്. ഈ 3 അസംബ്ലി മണ്ഡലങ്ങളിലും കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന വികസന പ്രവർത്തനങ്ങളുമായിട്ട് വേണം ഇവിടെ താരതമ്യം ചെയ്യാൻ. അതല്ലേ ന്യായം? അതല്ലേ മര്യാദ? ഇതല്ലല്ലോ. ഇവിടെ ഞാൻ കാരണം ഏതെങ്കിലും പദ്ധതി വൈകിയോ? ഗവൺമെൻറ്റാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം. ഞാൻ പരസ്യമായി പറയുന്നു, ഇവിടെ 10 പൈസയുടെ വികസനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് സർക്കാരിനും അത് ചൂണ്ടിക്കാണിക്കാൻ ജനങ്ങളെ ഏൽപ്പിച്ച ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. അല്ലാതെ സർക്കാരിന് നിഷേധിച്ചുകൊണ്ട് MLAയുടെ മാത്രം കഴിവുകൊണ്ടാണ് വികസന പ്രവർത്തനം എന്നുള്ള കാഴ്ചപ്പാട് എനിക്കില്ല. ഇനി ഇവിടെ എന്തെങ്കിലും നടക്കാതിരുന്നാൽ അതിൽ എന്നിൽ ആരോപണം ചൊരിയുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി സർക്കാരല്ലേ? കാരണം ഭരണത്തെ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റല്ലേ? മന്ത്രിക്കല്ലേ അധികാരം? മന്ത്രിസഭയ്ക്കല്ലേ അധികാരം? പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്കിടപെടാം. എനിക്ക് ആ ഫയലിൻ്റെ കൂടെ തടസ്സങ്ങൾ മാറ്റാൻ പോകാം, പറയാം, നിയമസഭയിൽ പറയാം. അത് കൃത്യമായും ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ എൻ്റെ നിയമസഭയ്ക്കകത്തുള്ള ഇടപെടൽ തെളിവ് സഹിതം പ്രദർശിപ്പിക്കാം. ഇപ്പോൾ ഓരോന്നും എടുത്ത് പരിശോധിക്കാം. ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുന്നത്, ഞാൻ കിഫ്ബിയെ കുറ്റം പറഞ്ഞു. കിഫ്ബിയെ കുറ്റം പറയുക, കിഫ്ബി ഒരു രാഷ്ട്രീയ നിലപാടാണ്, അല്ല മഹേഷിൻ്റെ ഒരു വ്യക്തിപരമായ നിലപാടല്ല. അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനൊപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. അത് നിൽക്കണ്ടേ? അത് അവിടെ കൂടെ നിന്നിട്ട് വേറെ നിലപാട് പറയണം, പറ്റത്തില്ല. അപ്പോൾ ആ കിഫ്ബിയെ സംബന്ധിച്ച് അപ്പോൾ ഇത് എന്നിട്ട് കിഫ്ബിയെ കുറ്റം പറഞ്ഞിട്ട് കിഫ്ബിയുടെ ഫണ്ടെന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എതിർക്കുന്നതിനോടൊപ്പം, അഭിപ്രായം പറയുന്നതിനോടൊപ്പം സഹകരിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ, സഹകരിക്കേണ്ടുന്ന വിഷയങ്ങളിൽ സഹകരിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ്. കാട്ടിക്കടവ് പാലം പറയാം. കാട്ടിക്കടവ് പാലം എന്ത് എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കാട്ടിക്കടവിലൊരു കല്ലിട്ടു. അപ്പോൾ ആ കല്ല് എന്തൊരു കല്ലാണ്? ആ കല്ല് എന്തൊരു കല്ലാണ്? ഞാൻ ആ കിഫ്ബിയുടെ ഒരു ഉന്നതതല യോഗത്തിൽ ചോദിച്ചു, അന്നൊരു കല്ലിട്ടല്ലോ. അതിട്ട് ആ കല്ല് വസ്തു അളക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലാണ്. അന്ന് സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല. കാട്ടിക്കടവ് പാലം അനുവദിച്ചു. അത് കടലാസിലാണ്. ഇപ്പോഴും പാലം പണി തുടങ്ങി മാസങ്ങളെടുത്ത് പൂർത്തീകരിച്ച് വണ്ടി അതിലേക്കൂടെ ഓടുമ്പോഴാണ് കാട്ടിക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നത്. വികസന പ്രവർത്തനം ഒരു തുടർ പ്രവർത്തനമാണ്. അന്നത്തെ സർക്കാരിൻ്റെ കാലത്ത്, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച കാട്ടിക്കടവ് പാലം അത് സാങ്കേതിക കുരുക്കിൽപ്പെട്ട് നട്ടം തിരികെയായിരുന്നു. സാങ്കേതിക കുരുക്കെന്ന് പറയുമ്പം അന്നത്തെ എസ്റ്റിമേറ്റ് പ്രകാരം വലിയ യാനങ്ങൾ അതിലൂടെ പോവില്ല. പാലത്തിന് പൊക്കക്കുറവാണ്, ദേശീയ ജലപാതയാണ്. അപ്പോൾ പാലത്തിന് പൊക്കം കൂട്ടണം. പാലത്തിന് പൊക്കം കൂട്ടേണ്ടി വരുമ്പോൾ അധിക പണം അനുവദിക്കണം. അങ്ങനെ അധിക പണം അനുവദിച്ച് ഭൂമി ഏറ്റെടുത്തവർക്ക് പണം കൊടുത്തു. പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് മാറ്റി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അധിക പണം അനുവദിച്ചു. അത് ടെൻഡർ ചെയ്തു, ആരും എടുക്കാനില്ല, വീണ്ടും ടെൻഡർ ചെയ്തു. ഇപ്പോൾ ഊരാളുങ്കൽ, ഇപ്പോൾ എനിക്കെതിരായ ആക്ഷേപം പറയുന്ന ആ ആളുകളുടെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് കാട്ടിക്കടവ് പാലം എടുത്തത്. ആദ്യം ഒഴിവായിപ്പോയി. ഇപ്പോൾ പാലത്തിന് കല്ലിട്ടതാരാണ്? പാലത്തിന് കല്ലിട്ടത് പൊതുമരാമത്ത് വകുപ്പ് എന്നറിയില്ല. ഇപ്പോൾ പറയുന്നു കല്ല് വ്യാജ. എന്നിട്ട് എല്ലാവർക്കറിയാം ഇപ്പോൾ ഈ കല്ല് വ്യാജമാണെന്നാണ് പറയുന്നത്. കല്ലിട്ടപ്പോൾ കല്ലിടുന്നത് ഞാൻ വള്ളത്തിനകത്ത് കല്ലെല്ലാം കൂടെ കൊണ്ടുവരുന്നതാണ് മൊബൈലിൽ ഇടുന്നത്. എല്ലായിടത്തും കല്ല് വാരിയിടുക. അങ്ങനെ ഇടാൻ പറ്റുമോ? എൻ്റെ വീട്ടിലെ വീട് പണിയുടെ കല്ലാണോ എനിക്ക് തോന്നുന്നല്ലോ ഇടാൻ?
ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഔദ്യോഗികമായി ഇട്ട കല്ല്, അത് കല്ലല്ല, വ്യാജമാണെന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ കല്ലാണെന്ന് പറഞ്ഞാൽ. എന്തായാലും കാട്ടിക്കടവ് പാലത്തിന് ഇപ്പോൾ ഇട്ട കല്ല് ഇലക്ഷൻ കല്ലല്ല, ഒറിജിനൽ കല്ല് തന്നെയാണ്. പാലം പണി സ്റ്റാർട്ട് ചെയ്യും, ഊരാളുങ്കലാണ്. ചിറ്റുമൂല മേൽപ്പാലം, ചിറ്റുമൂല മേൽപ്പാലവും ഇതുപോലെ ആയിരുന്നു. അധികം പൈസ അനുവദിക്കേണ്ടി വന്നു, റെയിൽവേയുടെ അനുവാദം വാങ്ങിക്കേണ്ടി വന്നു. റെയിൽവേയുടെ അനുവാദം വാങ്ങിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് വാങ്ങിച്ചു. ചിറ്റുമൂല മേൽപ്പാലം നമ്മൾ ജനിച്ച കാലം മുതൽ കേൾക്കുന്ന കാലമാണ്. ജീവിതത്തിൽ 70 വയസ്സുള്ള ഒരാളിൻ്റെ 40 വയസ്സും അവിടെയാണ് പാഴാവുന്നത്. 30 വയസ്സേ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് പറ്റും. അപ്പോൾ അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇപ്പോഴും വിശ്വസിക്കാത്ത ആളുകളുണ്ട് ചിറ്റുമൂല മേൽപ്പാലം. കാരണം അവരുടെ കുറ്റമല്ല, ഒരുപാട് പറ്റിക്കപ്പെട്ട ആളുകളാണ്. അന്ന് ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചിറ്റുമൂലയിൽ മേൽപ്പാലം വരുന്നു, കാട്ടിക്കടവ് പാലം വരുന്നു എന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണം നടന്നത്. സ്വാഭാവികമായിട്ടും അന്ന് സ്വാഭാവികമായിട്ടും പ്രതിരോധിച്ചത് കിഫ്ബിയുടെ ഫണ്ടാണ്, ഇത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് ഈ 5 വർഷം പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതെല്ലാം നടക്കാൻ. ഇപ്പം ചിറ്റുമൂല പാലം ഇപ്പം ടെൻഡറായി, രാജ്കുമാർ എന്ന് പറയുന്ന കരാറുകാരൻ എടുത്തു, എഗ്രിമെൻ്റ് വെച്ചു, കല്ലിട്ടു. കല്ലിട്ടതാരാണ്? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. കല്ലിട്ടിട്ട് പണി നടക്കാതിരിക്കുന്നില്ല, അവിടെ മണ്ണ് പരിശോധന നടക്കുകയാണ്. കഴിഞ്ഞ ഒരു 10-25 ദിവസമായിട്ട് ഈ 5 വർഷം മുമ്പ് ഇതൊന്നും നടന്നിട്ടില്ല. സ്ഥലം പോലും ഏറ്റെടുക്കാതെ ഒരു പാലം യാഥാർത്ഥ്യമാകുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പം അതേ സർക്കാരിൻ്റെ മന്ത്രിമാർ തന്നെ ഇപ്പോൾ വന്നിട്ട് ഈ കല്ലുകളൊക്കെ ഇട്ട് ഔദ്യോഗികമായിട്ട് ഇപ്പോഴാണ് ഈ പാലം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട് കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പം അങ്ങ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥലത്ത് ഗവൺമെൻറ് കോളേജിൻ്റെ പണി തുടങ്ങി. ഗവൺമെൻറ് കോളേജ് അനുവദിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്താണ്. അതിനുശേഷം അന്ന് ദിവാകരൻ സാർ MLA ആണ്, വീണ്ടും ഒരിക്കൽ കൂടി ആയി, പിന്നെ രാമേന്ദ്രനം MLA ആയി. ഇപ്പോൾ അവിടെ കല്ലിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പണി തുടങ്ങി. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷം, അതായത് ഇപ്പോൾ നടന്ന 5 വർഷമല്ല, അതിന് മുമ്പുള്ള 5 വർഷം കേരളത്തിൽ ഒന്നാകെ ഒരു വലിയ വികസനത്തിൻ്റെ ഒരു കാലമായിരുന്നു എന്ന് പറയാം. അന്ന് സാമ്പത്തികമായിട്ട് ഒന്നാം പിണറായി സർക്കാർ വികസനത്തിൻ്റെ കാര്യത്തിൽ കുറേയേറെ സ്കൂളുകൾ, കെട്ടിടങ്ങൾ, ആശുപത്രികൾ, പാലങ്ങൾ, റോഡുകൾ, ഇതൊക്കെ ചെയ്ത സർക്കാരാണ്. കിഫ്ബിയുടെ ഫണ്ട് കാര്യമായിട്ട് ഉപയോഗിച്ചു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, മറ്റു മണ്ഡലങ്ങളോട് തട്ടിച്ച് നോക്കണം, പരിശോധിക്കാം. പിന്നെ ഇവിടെ അല്ലാതുള്ള MLA ഫണ്ട് വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ എവിടെയെങ്കിലും തർക്കമുണ്ട്? MLA ഫണ്ട് വിനിയോഗിച്ച് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം, പഞ്ചായത്ത് ചെയ്യേണ്ടത് MLA ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനുള്ള ഫണ്ട് എവിടെ? കുലശേഖരപുരം പ്രൈമറി ഹെൽത്ത് സെൻ്റർ MLA ഫണ്ട് ഉപയോഗിച്ചാണ് 1 കോടി രൂപ അനുവദിച്ച മാത്രമല്ല, കെട്ടിടം പണി പൂർത്തീകരിച്ച് ധനകാര്യമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ ആയുർവേദ ആശുപത്രി MLA ഫണ്ടാണ്, 50 ലക്ഷം, കെട്ടിടം പണി പൂർത്തീകരിച്ചു, ബഹുമാനപ്പെട്ട MP വന്ന് ഉദ്ഘാടനം ചെയ്തു. തഴവ PHSC 1 കോടി രൂപ ബഡ്ജറ്റ് വർക്കാണ്, കല്ലിട്ട് പണി ആരംഭിച്ചു. സ്വന്തമായി കെട്ടിടമല്ല ഹോമിയോ ആശുപത്രിക്ക്, 50 ലക്ഷം MLA ഫണ്ട് കൊടുത്തു. പഞ്ചായത്തിൻ്റെ ഇടപെടൽ കുറച്ചുകൂടി വേഗത്തിലായിരുന്നുവെങ്കിൽ പണി പൂർത്തീകരിക്കാമായിരുന്നു, കല്ലിട്ടു, പണി ആരംഭിച്ചു. തഴവ കൃഷിഭവൻ ഇടിഞ്ഞു വീടാറായി, 50 ലക്ഷം രൂപ പണം അനുവദിച്ച മാത്രമല്ല, പണി പൂർത്തീകരിച്ചു. 2 ദിവസം മുമ്പ് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ എണ്ണി പറഞ്ഞാൽ എത്രയെത്ര അംഗനവാടികൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തു, എത്രയെത്ര വായനശാലകൾക്ക് കെട്ടിടങ്ങൾ, നിരവധി സ്കൂളുകൾക്ക് ബസ്സുകൾ, ഗ്രാമീണ റോഡുകളുടെ വികസനം. ഇതൊന്നും എൻ്റെ മിടുക്കായിട്ടൊന്നും ഞാൻ പറയാറില്ല. ഇതൊക്കെ സർക്കാരിൻ്റെ പൈസയാണ്, ജനങ്ങൾ കൊടുക്കുന്ന പൈസയാണ്. പിന്നെ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഈ കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഓച്ചിറ ആയിരന്തങ്ങ് റോഡ്, ഹാർബറിലോട്ട് പോകുന്ന റോഡാണ്. നിരവധി മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളാണ്. ഇന്ന് വരെ അത് പൂർണ്ണമായിട്ടും പുനർനിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. 22 കോടി രൂപ ചെലവഴിച്ചാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സഹായത്തോടു കൂടി, ഞാൻ പറഞ്ഞില്ല, ഞാനത് നിഷേധിക്കത്തില്ല, മുഹമ്മദ് റിയാസിൻ്റെ സഹായത്തോടു കൂടി 18 കിലോമീറ്റർ നീളമുള്ള കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ എമൗണ്ടിൽ ഇത്രയും നീളമുള്ള ഒരു റോഡ് ഒരുമിച്ച്, ലാലാജി ജംഗ്ഷൻ, പണിക്കർ കടവ്, പോലീസ് സ്റ്റേഷൻ, കല്ലുമൂട്ടിക്കടവ്, ചെറിയരിക്കൽ, ഓച്ചിറ, ആയിരന്തങ്ങ്, BMC ചെയ്ത ഉന്നത നിലവാരത്തിൽ ആ റോഡ് ചെയ്ത് പൂർത്തീകരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
ഉദ്ഘാടനം ചെയ്തു. അത് വികസനമല്ലേ? അപ്പോൾ അത് വരുമ്പോൾ സർക്കാരുണ്ട്. അല്ല, ഈ റോഡ് സർക്കാരിന് അറിയാമോ? അറിയില്ല. സർക്കാരിനെ ധരിപ്പിച്ചത് ഒപ്പിച്ചെടുക്കണ്ടേ? അപ്പോൾ അങ്ങനെ നല്ല കാര്യം. പാറ്റോലി തോട് 6 കോടി രൂപയാണ്. മഴ മാനത്ത് കണ്ടാൽ പാറ്റോലി തോടിൻ്റെ 2 സൈഡുകളിലും ആളുകൾ താമസിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ നെഞ്ചിൽ പെരുമ്പറമുള്ളൂ. തോടിൻ്റെ അരുവിന് താമസിക്കുന്ന ആരാ നിയാസ്? പാവപ്പെട്ടവരല്ലേ, വേറെ മാർഗ്ഗമില്ലാത്തത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ 6 കോടി രൂപ ചെലവഴിച്ചാണ് ജലവകുപ്പ് മന്ത്രി. ഞാൻ മന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആര് വന്നതിന് ശേഷം ആര് കൊടുത്ത പ്രപ്പോസലാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, എൻ്റെ കഴിവല്ല. അപ്പം നല്ലത് എന്ത് വന്നാലും ശരി. ഇപ്പോൾ ലാലാ ജംഗ്ഷൻ റോഡ്, പഴയ ഹൈവേ, കന്നേറ്റി നമ്മുടെ ശ്രീനാരായണ വള്ളംകളി നടക്കുന്ന പവലിയനിലോട്ട് പോകുന്ന റോഡ്, കരുനാഗപ്പള്ളിയുടെ ഹൃദയം ഇപ്പോൾ പഴയ NH ആണ്. കാരണം ഹൈവേ വികസനത്തോടു കൂടി അതായത് എല്ലാ ബാങ്കുകളും അങ്ങോട്ടേക്ക് മാറി, മുഴുവൻ എല്ലാ ഓഫീസുകൾ, പിന്നെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം അങ്ങോട്ട് മാറി. അത് പൊളിഞ്ഞ് തകർപ്പണമായി കിടന്നാണ്. 1.25 കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ PWD പൊതുമരാമത്ത് വിഭാഗം അനുവദിച്ച് പണി പൂർത്തീകരിച്ച്. നമുക്കൊരു 10 വർഷത്തേക്ക് ആ റോഡ് ഒന്നും ചലിക്കത്തില്ല, അതുപോലെയാണ് വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ് കരുനാഗപ്പള്ളിയുടെ ഹൃദയഭാഗത്താണ്. അതെ, അതിൻ്റെ തൊട്ട് തെക്കേ വശത്തോടെ നിയാസ് പോയിട്ടുണ്ടല്ലോ. ഓ, അതൊരു സമയത്ത് അത് നമ്മൾ ഏറ്റവും ഇന്നിപ്പോൾ കരുനാഗപ്പള്ളിയുടെ ഒരു വലിയ വികസനം ഉണ്ടല്ലോ, അവിടേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ ആ റോഡ് കാരണമായിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ടുള്ള ഒരു വലിയ, അതായത് അത് മുട്ടറ്റൻ ചെളിയാണ്. ഈ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു വരുന്ന മലിനജലം, അവിടുത്തെ വർക്ക്ഷോപ്പിലെ ഓയിലുള്ള മലിനജലം, പല കടകളും പൂട്ടിപ്പോയി. കാരണം ഈ ശല്യം കാരണം തുറക്കാനൊക്കത്തില്ല. അതിലെ ആർക്കും വിദ്യാലയ കോളേജ് 100 കണക്കിന് പിള്ളേരാണ്. വലിയത്ത് കിംസ് ഹോസ്പിറ്റൽ, ആയിരക്കണക്കിന് ആളാണ്, ഓട്ടോറിക്ഷക്കാർ. അത് 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ്. ഹൈക്കോടതി കേസ് കിടക്കുകയാണ്. ഈ നൂറ്റാണ്ടിൽ ആ കേസ് പരിഹരിക്കത്തില്ല. എന്താ അതിന് സാങ്കേതികമായിട്ട് എന്താ സാങ്കേതികമായ പ്രശ്നം? ആ വെള്ളം പോകുന്നിടത്തോട്ട് പണ്ട് മുതലേ പോകുന്ന വസ്തുക്കാരൻ കേസ് കൊടുത്തു. കേസിനെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന ഇടപെടൽ അന്നത്തെ അധികാരികൾ കാണിക്കാത്തത് കൊണ്ട് അത് തോറ്റു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വെള്ളം പോകുന്നത് ഹൈക്കോടതി തടസ്സപ്പെടുത്തി. പിന്നെ അങ്ങനെ പോകും. എല്ലാവരും ആ പദ്ധതി ഉപേക്ഷിച്ചു. യഥാർത്ഥത്തിൽ ഞാനൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. കാരണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ധരിപ്പിക്കേണ്ടതുപോലെ ധരിപ്പിച്ചതുകൊണ്ടും അദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദം കൊണ്ടും എന്നെ വിശ്വസിച്ചും അദ്ദേഹം 75 ലക്ഷം രൂപ ഫണ്ട് തന്നു. പക്ഷെ ഒരു പ്രശ്നം, ഇപ്പോൾ വെള്ളം ഒഴുകുന്ന എങ്ങോട്ടാന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളം ഇങ്ങനെ മേളിലോട്ടാണ് പോകുന്നത്. മേളിലോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ PWDയിലെ ചീഫ് എഞ്ചിനീയർ, റോഡ്സ് വിഭാഗം ചീഫ് എഞ്ചിനീയർ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് മിടുക്കരായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വാട്ടർ ലെവലൊക്കെ കൃത്യമായി നൂല് വണ്ണത്തിലെടുത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വസ്തുവിലോട്ട് ഇങ്ങനെ ഗർത്തമുണ്ടാക്കി കരുനാഗപ്പള്ളി ടൗണിലെ മുഴുവൻ വെള്ളവും പോകത്തക്ക തരത്തിൽ വലിയ ഗർത്തമുണ്ടാക്കി പള്ളിക്കലാറിലോട്ട് പോകുന്ന തരത്തിൽ ആ പ്രശ്നം പരിഹരിച്ചത്. ഇപ്പോൾ നോക്കൂ, ഇന്നലെ പെയ്ത ചെറിയ മഴയത്തും ഇപ്പോൾ അതിലെ പോകാൻ പറ്റില്ല. ഇപ്പോൾ പെരുമഴ പെയ്താലും അവിടെ വെള്ളം കെട്ടിക്കിടക്കില്ല. അത്ഭുതമാണ്. അത് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ, പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെ, ജീവനക്കാർ ഉൾപ്പെടെ, കേസിൽ പ്രതിയായാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ ആക്ഷേപം കേൾക്കേണ്ടി വരുമായിരുന്നു. മറ്റൊന്ന്, ഈ കരുനാഗപ്പള്ളി ടൗണല്ലേ, കരുനാഗപ്പള്ളിയുടെ വികസനം എന്ന് പറയുമ്പോൾ കരുനാഗപ്പള്ളി ടൗണല്ലേ. റെയിൽവേ സ്റ്റേഷൻ റോഡ് അങ്ങേക്ക് ഓർമ്മയില്ലേ? ഹൈസ്കൂൾ ജംഗ്ഷൻ വളരെ മോശമായിട്ട് കിടക്കുമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ, സ്കൂളുകളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, കച്ചവട സ്ഥാപനങ്ങൾ, കരുനാഗപ്പള്ളിയുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ്. നേരത്തെ അങ്ങനെ ആയിരുന്നു, ഇപ്പം എങ്ങനെയാണ്? 84 ലക്ഷം രൂപ MLA ഫണ്ട് ചെലവഴിച്ചാണ് കയറി 1 വർഷം കഴിഞ്ഞപ്പോൾ, 1.5 വർഷം കഴിഞ്ഞപ്പോൾ ആ റോഡ് പൂർത്തീകരിച്ചത്. ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം, ദുരിതം നേരിട്ട് കണ്ടിട്ടാണ് ആ റോഡ് നമ്മൾ നഗരസഭയുടെ റോഡായിട്ട് കൂടി MLA ഫണ്ട് ഉപയോഗിച്ച് അത് നിർമ്മിച്ചത്. അപ്പോൾ ആ തുടക്കത്തിൽ കുറേ പൊടിശല്യം എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിച്ച് ആ റോഡ് ഇപ്പോൾ സഞ്ചാരയോഗ്യമാണ്. അതുപോലെ വള്ളക്കടവിലെ ഓടപ്രശ്നം, റോഡ് പണി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ചെയ്തു. പക്ഷേ ഒരു ഓടക്കുഴൽ പോലുള്ള ഓടയായിരുന്നു. അതിൻ്റെ പ്രശ്നം, ആ പ്രദേശം 3-4 വാർഡ് വെള്ളത്തിൽ മുങ്ങുമായിരുന്നു. അത് ഓട മാറ്റി 25 ലക്ഷം രൂപ ചെലവഴിച്ച് കലങ്ക് നിർമ്മിച്ചപ്പോൾ അവിടെ വെള്ളം നല്ലതുപോലെ ഒഴുകുന്നുണ്ട്. അതായത് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് വലിയ വികസനങ്ങളെന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ വലിയ ഫാക്ടറികളോ ഉരുക്ക് നിർമ്മാണശാലകളൊന്നും ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ മനുഷ്യന് സഞ്ചാരയോഗ്യമായ റോഡുകൾ ഉണ്ടാകണം. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ സന്തോഷം,
നമ്മൾ കയറി ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് 2000 കോടി രൂപ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെയുള്ള കടൽ ക്ഷോഭം തടയുന്നതിന് വേണ്ടി വിനിയോഗിക്കും എന്ന പ്രഖ്യാപനം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് തീരപ്രദേശത്തെ ഒരു MLA എന്നുള്ള നിലയിൽ കൂടി ഞാൻ കൈയടിച്ച് സ്വീകരിച്ചത്. അപ്പം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുമല്ലോ. ആലപ്പാട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടാകുന്ന പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ 10 ഹോട്ട്സ്പോട്ടുകൾ തിരഞ്ഞെടുത്തു. എന്ന് വെച്ചാൽ 10 അപകടകരമായ രീതിയിൽ കടൽക്ഷോഭം വരുന്ന പ്രദേശം തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ ആ 10 എണ്ണത്തിൽ ഒന്നായി ആലപ്പാട് വന്നില്ല എങ്കിൽ ഈ നൂറ്റാണ്ടിൽ അവിടെ കടൽഭിത്തി നിർമ്മിക്കാൻ പറ്റില്ല. ആ 10 എണ്ണത്തിൽ ഒരെണ്ണം വന്നത് സർക്കാർ സ്വയമായി കണ്ടെത്തുമോ? ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ, ഞാൻ മാത്രമല്ല, പഞ്ചായത്ത്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെങ്കിലേ പറ്റൂ. കൃത്യമായും കടലിലെ സർവേ, കരയിലെ സർവേ, ഇതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോൾ മാസങ്ങളായിട്ടത് വലിയ എമൗണ്ട് ആയതുകൊണ്ട് 173 കോടി രൂപയുടെ പദ്ധതി ആയതുകൊണ്ട് മന്ത്രിസഭയുടെ അംഗീകാരം വേണം. മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വേണ്ടി ഫയൽ വർക്കെല്ലാം തീർത്ത് നമ്മൾ കൊടുത്തിട്ട് മാസങ്ങളായി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ക്യാബിനറ്റിൽ, അവസാനം കൂടിയ ക്യാബിനറ്റിൽ മന്ത്രിസഭ ADB വായ്പ എടുത്ത്, കിബി അല്ല, ADB വായ്പ എടുത്ത് ഇതിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നുള്ള അറിയിപ്പ് കൂടി കിട്ടിയതൊരു സന്തോഷകരമായ, കാരണം ഈ 5 വർഷക്കാലവും ഇതിൻ്റെ പിറകിലായിരുന്നു. ആലപ്പാട്ടെ ജനങ്ങളുടെ കണ്ണുനീര് ഒപ്പാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതിയായിരുന്നു. കരുനാഗപ്പള്ളിയിലെ ഒരു വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നം. അത് ശാസ്താംകോട്ട കായലിലെ വെള്ളം കൊല്ലത്തോട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഞാങ്കടവ് പദ്ധതി വന്നതോടുകൂടി ആ വെള്ളം ഫ്രീ ആയി. അതൊരു സോഴ്സാണ്. ആ സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അത് കൃത്യമായും വാട്ടർ അതോറിറ്റിയിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ പറഞ്ഞ് മനസ്സിലാക്കി തന്നതുകൊണ്ട് നമ്മൾ ഇടപെട്ട് അമൃത് 2 പദ്ധതി പ്രകാരം ആ വെള്ളം ടൈറ്റാനിയത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പൈപ്പിട്ട് കരുനാഗപ്പള്ളി കൊണ്ടുവന്ന് കരുനാഗപ്പള്ളി നഗരത്തെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി അമൃത് 2 പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി, സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി, നഗരസഭയുടെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ വഴിയിലാണ്, പകുതി വഴിയിലാണ്. 4 മാസത്തിനകം പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഒരു 35-40 വർഷത്തെ കരുനാഗപ്പള്ളി ടൗൺ അല്ലെ കരുനാഗപ്പള്ളി നഗരസഭ കുടിവെള്ളത്തിന് സ്വയം പര്യാപ്തമാകും. അതായത് അടിസ്ഥാനപരമായ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാത്തൊരു സ്ഥലം തന്നെയായിരുന്നു നമ്മുടെ കരുനാഗപ്പള്ളി. അതിന് വലിയ രീതിയിൽ പരിഹാരം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കാൻ. ഇപ്പോൾ 3-4 ദിവസത്തിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഓൺലൈനിൽ റൂൾ ഉദ്ഘാടനം ചെയ്തു. 1,80,00,000 രൂപയ്ക്ക് കൃത്യമായും മനോഹരമായി നാഷണൽ ഹൈവേ കൂടെ പോകുന്ന പോലെ പോകുന്ന തരത്തിൽ ആ റോഡ് പണി പൂർത്തീകരിച്ചു. അതിന് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു. ഓൺലൈൻ അത് വികസനമല്ലേ? 1,80,00,000 രൂപ റോഡ് ചെയ്ത വികസനമല്ലേ? ഇപ്പോൾ ഏറ്റവും വലിയ TB ഹോസ്പിറ്റൽ, പഞ്ചമി ജംഗ്ഷൻ, നഴ്സറി ജംഗ്ഷൻ, ഐഡിയൽ സ്കൂള്, റെയിൽവേ ക്രോസ്, ശാസ്താംകോട്ട, കാഞ്ഞിരപ്പള്ളി ജംഗ്ഷൻ, മണ്ണടിശ്ശേരി അമ്പലം, ആനന്ദ ജംഗ്ഷൻ, അങ്ങനെ ഏതാണ്ട് 11 കിലോമീറ്റർ ഒരു റോഡ് ഉന്നത നിലവാരത്തിൽ 7 കോടി രൂപ ഇതിൽ ടെൻഡർ ചെയ്തു, പണി ആരംഭിച്ചു. ഇത്രയും നീളമുള്ള ഒരു റോഡ് കരുനാഗപ്പള്ളി ഇതിനു മുമ്പ് അങ്ങനെ പണി പൂർത്തീകരിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ പല റോഡുകളും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ചിലത് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്, എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്, വർക്ക് ആരംഭിച്ചിട്ടുണ്ട്, ഇനി ആരംഭിക്കേണ്ടതുണ്ട്. പിന്നെ കരാറുകാർക്ക് പണം കൃത്യമായി സർക്കാർ കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പം പണി എടുക്കാൻ താമസം വരും. അതിന് ഉത്തരവാദി ആരാണ്? അതിന് ഉത്തരവാദി സർക്കാരല്ലേ?